KSRTC പൂട്ടിക്കെട്ടുന്നു. 2026 ജൂൺ 15 UDFിന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നായ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന സ്വപ്ന പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ എല്ലാ KSRTC ബസ്സിലും UDF വാഗ്ദാനം ചെയ്തതുപോലെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകാൻ കഴിഞ്ഞില്ല. മറിച്ച് KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഈ സൗജന്യ യാത്ര ഒതുങ്ങി. അതോടുകൂടി യാത്രക്കാരുടെ എണ്ണവും കുതിച്ചുയർന്നു. പ്രിയദർശിനി യാത്രയ്ക്ക് മുൻപായി ഏകദേശ കണക്കനുസരിച്ച് 7.25 ലക്ഷം സ്ത്രീകളാണ് ഒരു ദിവസം യാത്ര ചെയ്യുന്നത്. എന്നാൽ പ്രിയദർശിനി യാത്ര തുടങ്ങിയതോടുകൂടി സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച സ്ത്രീകൾ കൂടി ഈ ഓർഡിനറി ബസ്സിലേക്ക് കൂടി വന്നപ്പോഴേക്കും വലിയ തോതിലെ ഏതാണ്ട് ഇരട്ടിയോളം വർധനയുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 11.8 ലക്ഷമായി സ്ത്രീ യാത്രക്കാരുടെ എണ്ണം. ഇവിടെ യാതൊരു തരത്തിലെ പഠനങ്ങളും നടത്താതെയാണ് UDF ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടത്തിയത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇത് രാഹുൽ ഗാന്ധിയിൽ നിന്നാണ് ഈ ഒരു മണ്ടത്തരം തുടങ്ങുന്നത്. മണ്ടത്തരം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്നാണ്. അദ്ദേഹം കണ്ടുപരിചയിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള സൗജന്യ യാത്രകളാണ്. അവിടുത്തെ സ്ത്രീകളെ പോലെ ഇവിടുത്തെ സ്ത്രീകളെ അദ്ദേഹം ഒരുപക്ഷെ താരതമ്യപ്പെടുത്തി കാണും. തീർച്ചയായിട്ടുമല്ല. ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അടക്കം അല്ലെങ്കിൽ പൊതു ബസ്സുകളിൽ സൗജന്യ യാത്ര ഉള്ള സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ അവരൊക്കെ തന്നെ കേരളത്തെക്കാളും താഴെ വരുമാനമുള്ളവരാണ്. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് അവരൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരും എല്ലാവരും തന്നെ പലതരത്തിലെ ജോലിയുമുള്ളവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിലാകട്ടെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന സ്ത്രീകളാണ്. കൂലിപ്പണി മോശം എന്നർത്ഥത്തിലല്ല. അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ ലാഭകരമായിട്ടുള്ള കാര്യമാണ്. ഒരു മാസം 10,000-3000 രൂപ അവർക്ക് സമ്പാദിക്കാൻ കഴിയുന്നു. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അത് കോൺഗ്രസ് അതൊരു മുഖ്യ മുദ്രാവാക്യമായി ഏറ്റെടുക്കുകയും പ്രകടന പത്രികയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. യാതൊരു തരത്തിലെ ആഘാത പഠനങ്ങൾ നടത്താതെ, യാതൊരു തരത്തിലെ സർവേയും നടത്താതെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ UDF അധികാരത്തിൽ വന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആദ്യം ഇത് ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമാണെന്ന് സതീശന്റെ ഒന്നാമത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനത്തിന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നീടുള്ള മന്ത്രിസഭാ യോഗത്തിൽ കൂടിയാലോചിച്ചതിന് ശേഷം കൂടുതൽ ബസ്സുകളിലേക്ക് ഈ പറയുന്ന സൗജന്യ യാത്ര അനുവദിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പത്രസമ്മേളനം. എന്നാൽ പിന്നീട് നടന്ന പത്രസമ്മേളനത്തിലും അതേപോലെ നയപ്രഖ്യാപനത്തിലും പറഞ്ഞിട്ടുള്ളത് പ്രിയദർശിനി യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ. അതായത് KSRTCയുടെ എല്ലാ ബസ്സുകളിലുമില്ല, പ്രിയദർശിനിയുടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. പ്രിയദർശിനി യാത്ര ആരംഭിച്ചതെന്നാണ് ജൂൺ 15. ഇന്ന് എത്രാണ് തീയതി? 2026 ജൂലൈ 13. ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. അതായത് 3000-ഓളം വരുന്ന KSRTCയിലെ എംപാനൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. അതായത് കണ്ടക്ടർ, ഡ്രൈവർ, അതേപോലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, ഇത്രയുമാണ് ഈ പറയുന്ന 3000-ലധികം വരുന്ന താൽക്കാലിക ജീവനക്കാരുള്ളത്. ഇവരാണ് KSRTCയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. അതായത് സ്ഥിര ജീവനക്കാർ അവധിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി പോകുമ്പോഴോ ഇവരാണ് KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവർക്ക് എങ്ങനെയാണ് ശമ്പളം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 ഘട്ടമായിട്ടാണ്. ആദ്യത്തെ ഗഡു എന്ന് പറയുന്നത് ഓരോ മാസത്തെയും 15 ഇവർക്ക് ലഭിക്കും. രണ്ടാം ഗഡു എന്ന് പറയുന്നത് അതത് മാസങ്ങളിലെ അവസാന ദിവസങ്ങളിലോ അല്ല എങ്കിൽ അടുത്ത മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലോ ലഭിക്കും. എന്നാൽ ഇപ്പോൾ അതായത് ജൂൺ മാസത്തിലെ ശമ്പളം എംപാനൽ ജീവനക്കാർക്ക് പകുതി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് 15 മാത്രമേ അവർക്ക് ശമ്പളം കൊടുത്തിട്ടുള്ളൂ. പിന്നീട് അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് മാത്രമല്ല പ്രശ്നം, സ്ഥിര ജീവനക്കാർക്കും പ്രശ്നമായിരിക്കുകയാണ്. അവർക്ക് ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ളവ മുടങ്ങിയിരിക്കുന്നു. വരും മാസങ്ങളിൽ സ്ഥിര ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനി ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് പ്രിയദർശിനി യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പല സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം KSRTCക്ക് 2 കോടി രൂപയുടെ നഷ്ടം ഈ ഒരു സൗജന്യ യാത്ര മൂലം ഉണ്ടാകുമെന്നാണ്.
അതായത് ഒരു മാസം 60 കോടി രൂപയുടെ നഷ്ടം. KSRTC ഇപ്പോൾ തന്നെ പ്രതിവർഷം ഏതാണ്ട് 2000 കോടി രൂപയുടെ നഷ്ടത്തിൽ പോകുന്ന ഒരു സംവിധാനമാണ്. അവിടേക്കാണ് ഇത്തരത്തിൽ ഒരു ദിവസം 2 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്ന ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ യാതൊരു തരത്തിലെ ആഘാത പഠനങ്ങളും നടത്താതെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിരുന്നു ഇത് പ്രായോഗികമാക്കിയപ്പോഴേക്കും കൂനിൽ മേൽ കുരു എന്നതുപോലെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓടുന്ന KSRTCക്ക് വലിയ ഒരു നഷ്ടമുണ്ടാക്കി കൊടുക്കാൻ മാത്രമേ ഈ പ്രിയദർശിനി യാത്ര ഉതകിയുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഗതാഗത മന്ത്രിയോട് ചോദിച്ചത് ഇനി പ്രിയദർശിനി യാത്ര അനുവദിക്കുമോ, ഓർഡിനറി ബസ്സുകൾ കൂടുതൽ കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഉടനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. മാത്രമല്ല, പ്രിയദർശിനി യാത്ര കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. എന്താണ് അതിനർത്ഥം? അത് വലിയ നഷ്ടമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. CP ജോണിന് അറിയാമല്ലോ, അദ്ദേഹം സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ വെറുതെ പറയുന്ന ഒരാളല്ല. കൃത്യമായി തന്നെ ആലോചിച്ച് ഉറപ്പിച്ച് അദ്ദേഹത്തിന് അറിയാം ഇനി പ്രിയദർശിനി യാത്ര കൊണ്ട് യാതൊരു കാര്യമില്ല, പുതിയതായി തുടങ്ങിയുകൊണ്ട് വീണ്ടും കൂനിന്മേൽ കുരുവാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരമൊരു പദ്ധതി ആലോചിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ വരുമാനം കണ്ടെത്തുന്നത് KSRTCയുടെ കോംപ്ലക്സുകളിൽ നിന്നാണ്. ഒഴിഞ്ഞുകിടക്കുന്ന കോംപ്ലക്സുകളുണ്ട്, അവിടെ വാടകയ്ക്ക് കൊടുക്കും, ഇവിടെ വാടകയ്ക്ക് കൊടുക്കും. കഴിഞ്ഞ സർക്കാർ എത്രയോ തവണ ശ്രമിച്ചു പരാജയപ്പെട്ട ഒരു കാര്യമാണ് ഈ KSRTCയുടെ ഒഴിഞ്ഞുകിടക്കുന്ന ഈ പറയുന്ന കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാൻ ആരും എടുക്കാനില്ല. CP ജോൺ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഇതിൽ നിന്ന് ഞങ്ങൾ ലാഭമുണ്ടാക്കുമെന്നാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെ ലാഭമുണ്ടാക്കുമെന്നാണ് പറയുന്നത്? കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാർ ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മന്ത്രിയുടെ വാക്കുകൾ കേട്ടുവരാം. രണ്ടും കൂടെ ഒരാൾ ചോദിക്കരുത്, മനസ്സിലായില്ലേ? കാസർഗോഡിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അത് മനസ്സിലായി. കാസർഗോഡ് ഗ്രാമപ്രദേശങ്ങളിലുള്ള അതെ, നിങ്ങൾ തന്നെ പറയുന്നത് പ്രിയദർശിനി ഇങ്ങനെ കൊണ്ടാടില്ലായിരുന്നു. അല്ല അങ്ങനെ ഒരാളത് ചോദിക്കുക അടുത്ത്, അല്ലെങ്കിൽ അയാൾ തന്നെ പിന്നെ എന്താണ് ഇവിടെ പ്രിയദർശിനി ഇല്ലാത്തതെന്ന് കൂടെ ചോദിക്കരുത്. ഇല്ല, ഇപ്പൊ പ്രിയദർശിനി വേണം എന്നുള്ളത് ഇപ്പൊ ഉള്ള ഓർഡിനറിയിൽ നടക്കും. അടുത്ത ഇപ്പൊ ഉടനെ ഇല്ല. കാസർഗോഡ് ജില്ലയിൽ പുതിയ ഡിപ്പോ തുടങ്ങുന്ന കാര്യം ആലോചനയിലുണ്ടോ? ഇല്ല, ഉടനെ ഇല്ല. കാസർഗോഡ് RTO ഇല്ല. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നല്ല പ്രസക്തമായൊരു ചോദ്യമാണത്. അതിലിപ്പോൾ 2.25 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഇന്ന് പൊഴിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ 10 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളിലൊന്നാണത്. 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒഴിഞ്ഞിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ MLA വന്ന ഉടനെ തന്നെ അതാ പറഞ്ഞത്, ഞങ്ങളത് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യുകയാണ്. എന്നാൽ 1.4 1,40,000 സ്ക്വയർ ഫീറ്റ് വരുന്ന കോഴിക്കോട്ടെ ബിൽഡിംഗ്, ആ ബിൽഡിംഗ് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അത് പൊളിക്കണോ നിർത്തണോ എന്നുള്ളതാണ് ചർച്ച. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഒരു കെടുകാര്യസ്ഥതയുടെ ആഴം എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണത്. എന്തായാലും കാസർഗോഡ് വരെ അല്ലേ MLA ഒഴിഞ്ഞു കിടക്കുക എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് നമ്മൾ അടിയന്തര പ്രാധാന്യത്തോടെ കൊണ്ടുവരും. അതിനുവേണ്ടി ഒരു ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ KSRTCയുടെ ചുമതലകൾ കുറേ. അതായത് എല്ലാ ഡിപ്പോകളിലും ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ഓർഡറായി കഴിഞ്ഞു. ഇനി അത് നിലവിൽ വരണം. അതിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് MLA ആണ്. അതാത് സ്ഥലത്തെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ. അതുപോലെ തന്നെ MPയോ MPയുടെ പ്രതിനിധിയോ അതിൽ പങ്കെടുക്കും. മുനിസിപ്പൽ ചെയർമാൻ അംഗമാണ്. ആ സ്ഥാപനം ഇരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിൻ്റെയോ കോർപ്പറേഷൻ്റെയോ അതിലംഗമാണ്. അസംബ്ലി പ്രാതിനിധ്യമുള്ള എല്ലാ പാർട്ടികളും അതിൽ അംഗങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി പോലെ ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും വരും. അങ്ങനെ വരുമ്പോൾ മാധ്യമപ്രവർത്തകരും അതിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് KSRTC കൊണ്ടുപോകാം. അല്ല, അതൊക്കെ നമുക്ക് ആലോചിക്കാം. അതാത് സ്ഥലത്ത് അവരാലോചിച്ച് ചെയ്യട്ടെ. നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും മണിക്കൂറുകൾ വെച്ച് കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള മുട്ടായുക്തികൾ പറയുന്നതിനപ്പുറത്തേക്ക്
പ്രിയദർശിനി യാത്ര ഉണ്ടാക്കിയിട്ടുള്ള നഷ്ടം എങ്ങനെ നികത്തും എന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലെ സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉത്തരം പോലും നൽകാൻ വി ഡി സതീശനും കഴിഞ്ഞിട്ടില്ല, രമേശ് ചെന്നിത്തലയ്ക്കും കഴിഞ്ഞിട്ടില്ല, സി പി ജോണിനും കഴിഞ്ഞിട്ടില്ല, ഒരൊറ്റ മന്ത്രിമാർക്കും ഒരൊറ്റ MLA-മാർക്കും UDF-ൻ്റെത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KSRTC മാത്രമാണോ ഇങ്ങനെ തകരുന്നത്? അല്ല, സ്വകാര്യ ബസ്സുകളും തകർന്നു തുടങ്ങി, സ്വകാര്യ മേഖലയാകെ തകർന്നു തുടങ്ങി. അവിടെ പലരും സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു, ജീവനക്കാർക്ക് കൊടുക്കാൻ ശമ്പളമില്ല. അങ്ങനെ സ്വകാര്യ ബസ് മേഖലയും പ്രിയദർശിനി യാത്ര തകർത്തിരിക്കുകയാണ്. അങ്ങനെ KSRTC-യെ സ്വയം കുളം തോണ്ടി, ഒപ്പം തന്നെ സ്വകാര്യ ബസ് സർവീസുകളെയും പ്രിയദർശിനി യാത്ര വലിയ തോതിലെ ആഘാതം ഏൽപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ ഇത്തവണ KSRTC-യിലെ എംപാനൽ ജീവനക്കാർക്ക് ഇതുവരെയും ശമ്പളം കൊടുത്തിട്ടില്ല. ഉടൻ തന്നെ കൊടുക്കുമെന്നാണ് KSRTC അധികൃതർ പറയുന്നത്. മാത്രമല്ല, സ്ഥിര ജീവനക്കാരുടെ ഇൻറ്റൻസീവും ലഭിച്ചിട്ടില്ല. വരും മാസങ്ങളിൽ അവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയുമോ എന്നും അറിയില്ല. ഒരു മാസം 120 കോടി രൂപ സർക്കാർ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം 2 കോടി രൂപയുടെ നഷ്ടമാണ്, പ്രതിമാസം 60 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പ്രിയദർശിനി യാത്ര ഉണ്ടാകുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള കണക്ക്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് KSRTC മുന്നോട്ട് പോകുന്നത്? പ്രതിവർഷം 2000-ഓളം കോടി രൂപ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ KSRTC എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? ഈ വാടകയ്ക്ക് കൊടുക്കും എന്നതൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് എവിടെ നിന്നാണ് KSRTC-ക്ക് ഫണ്ട് വരുന്നത്? പെൻഷൻ കൊടുക്കണം, സ്ഥിര ജീവനക്കാരുടെ ശമ്പളം കൊടുക്കണം, എംപാനൽ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കണം. ഇതിൽ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത് എംപാനൽ ജീവനക്കാരുടെ ശമ്പളമാണ്. സ്ഥിര ജീവനക്കാരുടെ ഇന്റൻസീവ് മുടങ്ങിയിരിക്കുന്നു. ഇനി പെൻഷൻ എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പെൻഷൻ മുടങ്ങുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. പ്രിയദർശിനി എന്ന് പറയുന്ന ഈ സൗജന്യ സർവീസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായി ഉയരുന്ന ചോദ്യം. പല സ്ത്രീകളും ഞങ്ങൾക്കിത് വേണ്ട എന്നവർ പറഞ്ഞു. അവർ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തുന്നതാണ് ഈ ഒരു യാത്ര എന്നവർ പറഞ്ഞു. മറ്റൊന്ന് ജെൻഡർ ഇഷ്യൂ ആണ്. 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു സ്ത്രീയും 500 രൂപ ദിവസക്കൂലിക്ക് പോകുന്ന ഒരു പുരുഷനും തമ്മിൽ ഇവിടെ വലിയ രീതിയിലെ ലിംഗ സമത്വമില്ലായ്മ അനുഭവിക്കുന്നുണ്ട്. നമുക്കത് ഭരണഘടനാ വിരുദ്ധമാണത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സർവീസ് നടത്തുന്നത് കൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? സ്വകാര്യ ബസ് സർവീസിനെ തകർക്കുന്നു, KSRTC-യെ തകർക്കുന്നു, അവിടുത്തെ ജീവനക്കാർ പെരുവഴിയിലായി തുടങ്ങുന്നു. അതിൻ്റെ ആദ്യത്തെ തെളിവാണ് ഈ പറയുന്ന എംപാനൽ ജീവനക്കാർ ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.